കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പാടി ഒരു വാക്ക് പോലും പറഞ്ഞതുമില്ല, പുകഴ്ത്തിയതുമില്ല. കല്ല് പോലെ ഒരു ഭാവം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ? വീണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറയാം. ആ, അയ്യോ, ഇനി ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയും. വീട്ടിൽ വിളിച്ച അച്ഛനോട് പറയാം വീണ എടുത്തിട്ട് പോവാൻ. വളരെ നന്നായിട്ട് പാടി. എന്താ പറഞ്ഞേ? ഇയാള് വളരെ നന്നായിട്ട് പാടിയത്. ഇത് പറയാൻ എന്താ ഇത്ര താമസിച്ചു പോയത്? എന്താ കുറച്ചുകൂടി നേരത്തെ പറയണമായിരുന്നോ? ഏയ് ഇല്ല. വളരെ നല്ല വോയിസ് ഇയാളുടേത്. സത്യമായിട്ടും? അതുകൊണ്ടല്ലേ അച്ഛനും അങ്ങനെ പറഞ്ഞു. ഒരുപാട് താങ്ക്സ്. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യണം. ഗുഡ് നൈറ്റ്. എന്താ മോളെ ഡള്ളായിരിക്കുന്നത്? എന്തു പറ്റി? എന്റെ മൂഡ് ശരിയല്ല ആന്റി. എപ്പോഴെന്തെങ്കിലുമൊക്കെ ഓവർ ആക്ടിങ് ചെയ്യാറുണ്ടല്ലോ നീ. ഇന്നെന്താ മിണ്ടാതിരിക്കുന്നേ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ആ എന്ത് ഓവർ ആക്ഷൻ ചെയ്യണ്ടെന്നോ? അല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് എന്താ മോളെ പ്രശ്നം? എന്റെ വീട്ടിലായിരിക്കുമ്പോ എപ്പോഴും ഫംഗ്ഷൻസും സെലിബ്രേഷൻസും പാർട്ടിയൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അഖില വിളിച്ചാ പബ്ബിലോ പാർട്ടിക്കോ പോവാമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കാന്ന് വെച്ചാ എനിക്ക് ബോറടിക്കും. ലൈഫ് സ്പോയിൽ ആയതുപോലെ. അയ്യോ, ഇത്ര നേരത്തെ തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല, അതിനുള്ളിൽ അമ്മായിയമ്മയുടെ വീട് ബോറടിച്ചു തുടങ്ങിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? രാവിലെ പൂജ, പിന്നെ ചോറൊക്കെ ഉണ്ടാക്കണം, വീട് വൃത്തിയാക്കൽ, ഇതിനിടയിൽ അമ്മ ഇംപ്രസ് ചെയ്യാൻ ആക്ടിങ്ങും. ഞാൻ മടുത്തുപോയി ആന്റി. ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് വെച്ചാ അഖിൽ അത് വേണ്ടെന്ന് പറയും. പിന്നെ അച്ഛനാണെങ്കി ഒറ്റയ്ക്കൊരു ബിസിനസ് ചെയ്യണം. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 ഏട്ടന്മാരുണ്ട്, 2 ഏട്ടത്തിമാരുണ്ട്, 3 കുട്ടികളുണ്ട്, നിനക്കൊരു ഭർത്താവുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ ഒരുപാട് വേലക്കാരുണ്ട്. ഇടപെടാൻ എത്ര ആൾക്കാരുണ്ട്, ജയിക്കാൻ എത്ര യുദ്ധങ്ങളുണ്ട്, കൊയ്യാൻ എത്ര തലകളുണ്ട്, ലാഭം ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗം.
മനസ്സിലാവുന്നത് പോലെ പറയാ ആന്റി. ആ? നീ ഒരു ബുദ്ധിശാലിയാണെന്നാ ഞാൻ വിചാരിച്ചേ. ഓ, നീ ഒരു മരമണ്ടയാണല്ലോ. ഇവിടെ പ്ലാൻ ചെയ്ത് അവിടെ ചെയ്യണം. ദേഷ്യപ്പെടാതെ കാര്യം പറയാ ആന്റി. നീ വരുന്നതിന് മുമ്പേ ആ ഭാവന മാത്രമായിരുന്നു ഇവിടുത്തെ മരുമോള്. ഈ വീട്ടിലുള്ളവരെല്ലാം ആണുങ്ങളായതുകൊണ്ട് ആ ഭാവനയെ മരുമകളായിട്ട് കാണാതെ മകളായിട്ടാ കണ്ടത്. അയ്യോ അമ്മേ, അയ്യോ. അവൾ ഒട്ടും മോശമല്ലായിരുന്നു. എല്ലാരും അവള് കൈക്കുള്ളിലാക്കി. അതിനുശേഷം സന്ധ്യ വന്നത്. 2 കുട്ടികളെയും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നീയും വസൂടെ വന്നിരിക്കുന്നേ. ഒരാൾക്ക് പകരം 3 മരുമക്കളാ ഇവിടെ. മരുമക്കളെന്ന് വെച്ചാ അമ്മായി വീടെന്ന സാമ്രാജ്യത്തിന്റെ മഹാറാണിമാരെന്നാ അർത്ഥം. പക്ഷേ ഒരു സാമ്രാജ്യത്തില് ഒരു മഹാറാണിയെ ഉണ്ടാകാവൂ. അതേത് മരുമകളാണെന്നാണ് പ്രധാനം. ആരുടെ നാക്കിനാണോ നീളം കൂടുതൽ അവരായിരിക്കും ആ സാമ്രാജ്യത്തിന്റെ മഹാറാണി. ആ മരുമകളുടെ വാക്കായിരിക്കും അമ്മായി അച്ഛൻ മുതൽ ചെറുമക്കൾ വരെ അനുസരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആന്റി. അതുകൊണ്ട് ഈ സാമ്രാജ്യത്തിന്റെ മരുമകൾ നീ തന്നെ ആയിരിക്കണം. നിന്റെ നാക്കിനായിരിക്കണം നീളം കൂടുതൽ. നീ പറയുന്നതേ എല്ലാവരും കേൾക്കാവൂ. എല്ലാവർക്കും തളപ്പിടേണ്ടത് നീ ആയിരിക്കണം. ഇനി പറ, നീ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജോലിയുണ്ടോ ഇല്ലേ? ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വരും ആന്റി. ഇത് യുദ്ധം തന്നെയാ. പുറം ലോകം അറിയാതെ ഓരോ വീട്ടിലും ദിവസവും നടക്കുന്ന യുദ്ധം. ചെറിയ മരുമകളായ നീ ഇപ്പൊ എന്ത് വേണമെന്നറിയോ? ഇവിടുത്തെ അച്ഛനെ അമ്മയെ കയ്യിലെടുക്കണം. ചേട്ടന്മാരെ സോപ്പിട്ട് നിർത്തണം. ഭർത്താവിനെ സാരി തുമ്പി കെട്ടിയിടണം. ശത്രുക്കളെ ചവിട്ടി മെതിക്കണം. അതിന് എന്നെ പോലുള്ള ആന്റിമാരുടെ സഹായം തേടണം. എന്തിനാ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത്? ആപ്പിൾ കഴിച്ച ആരോഗ്യത്തിന് നല്ലത്. അത് പച്ചയ്ക്കാ കഴിക്കേണ്ടത്. കറി വെച്ചോ ഫ്രൈ ആക്കിയോ കഴിക്കാൻ പറ്റുന്നതല്ലോ. എക്സാമ്പിൾ അത്രയ്ക്ക് പോരാ. പറയുന്ന മൊത്തം കേക്കടി. ഭാവന ഇപ്പൊ പഴയതായി. ഈ വീട്ടിലെ മഹാറാണി ആവണമെന്നുള്ള ആഗ്രഹമൊന്നും അവക്കുണ്ടാവില്ല. പിന്നെ ഉള്ളത് വാസു. അവളുടെ ഭർത്താവ് അബി ഈ വീട്ടിലത്തെ കിരീടം ഇല്ലാത്ത യുവരാജാവാ. അതുകൊണ്ട് മഹാറാണി ആവണമെന്ന് വാസു ആഗ്രഹിക്കും. വീണ വായിച്ച് പാട്ടുപാടി വലുതിനെയും ചെറുതിനെയും ഒക്കെ അവള് കയ്യിലെടുക്കും. അവളുടെ ഇമേജ് ഇനിയും കൂടുന്നതിന് മുമ്പ് അവളെ നീ ഇടിച്ചു താഴ്ത്തണം. അവളെ കാലുകൊണ്ട് ചവിട്ടി നീ നമ്പർ 1 മരുമകളാവണം. എനിക്ക് സിത്താർ വായിക്കാനും പാട്ട് പാടാനൊന്നും അറിയില്ല ആന്റി. നീ ഒരു മരമണ്ടി തന്നെടി. അതൊക്കെ ആരാ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? അവളെ മോശക്കാരിയാക്കിയ മതിയടി. അവളെ നിന്റെ അമ്മായി അമ്മയെ തമ്മിൽ തെറ്റിക്കണം. ചെറിയ വഴക്കാണെങ്കിലും അതിനെ അങ്ങ് പെരുപ്പിക്കണം. അപ്പോഴേ നീ ഹൈലൈറ്റ് ആവൂ. അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല ആന്റി. ഈ വീട്ടില് ബോറടിക്കാതെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ നീ ഇതൊക്കെ ചെയ്തേ മതിയാകൂ. വേറെ വഴിയില്ലേ? നിന്റെ അമ്മ നിന്നെ പൂ പോലെ നോക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ മോളെ പറയുന്നത് കേൾക്ക്. ഓക്കെ ആന്റി, ഞാൻ ആലോചിക്കട്ടെ. അത് മതി. എന്റെ പഞ്ചാര കുട്ടികള് സ്കൂളിൽ പോകാൻ നന്നായിട്ട് റെഡി ആയത് കണ്ടോ? ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. അമ്മമ്മേ, ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരാം. ശരി മക്കളെ, വൈകുന്നേരം തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് നല്ല സ്നാക്സ് ഉണ്ടാക്കി വെക്കാം. ഇന്ന് ഞങ്ങൾക്ക് ചിലപ്പോ നേരത്തെ വീട്ടിലെത്താൻ കഴിഞ്ഞു വരില്ല അമ്മമ്മേ. അതെന്താ അങ്ങനെ? സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അല്ല, സ്കൂൾ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വീട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെ വിളിക്കാൻ അച്ഛൻ വരുമല്ലോ. പിന്നെന്താ? ഞങ്ങളെ പിക്കപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും നേരെ ഉണ്ണി പഠിക്കുന്ന സ്കൂളിലേക്കാ പോവുക. അവനെയും കൂട്ടിയിട്ടേ ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റൂ. ഉണ്ണിയും കൂടി സ്കൂളിൽ നിന്ന് വിളിക്കേണ്ടതല്ലേ മക്കളെ? അവന്റെ സ്കൂളിലും ഞങ്ങളുടെ സ്കൂളിന്റെ ഇടയ്ക്ക് ഒരുപാട് ദൂരം ഉണ്ട് അമ്മമ്മേ. അത്രയും നേരം കാറിൽ ഇരിക്കാൻ പറ്റില്ല. നല്ല ബോറിംഗ് ആയിരിക്കും. അതെ അമ്മമ്മേ, രാവിലെ പോകുമ്പോഴും ഇങ്ങനെ തന്നെ. ആദ്യം അവനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാ ഞങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നും സ്കൂളിൽ എത്തുന്നതിന് മുൻപേ പ്രയർ ആരംഭിക്കും. താമസിച്ചാൽ മിസ് വഴക്കും പറയും. ഞങ്ങൾക്ക് പണിഷ്മെന്റും കിട്ടാറുണ്ട് അമ്മമ്മേ. ഞാൻ റെഡി. അയ്യോയ്യോ അമ്മമ്മേ, ഞങ്ങളുടെ ടൈം മുഴുവൻ ഇവൻ വേസ്റ്റ് ആക്കുക. എന്തു? ഉണ്ണി ഞങ്ങളുടെ കൂടെ വരുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സമാധാനത്തോടെ പോയിട്ട് വന്നേനെ. തെറ്റാ കീർത്തി.
അങ്ങനെയൊന്നും പറയരുത്. ആ, ഭാസ്കർ, ആ അമ്മേ, നീ ഒരു കാര്യം ചെയ്യണം. പറയമ്മേ. അബിയോട് ഞാൻ സംസാരിക്കാം. നീ അനുവിന്റെയും കീർത്തിയുടെയും പ്രിൻസിപ്പലിനോട് സംസാരിച്ച് ഉണ്ണിയെ കൂടി ആ സ്കൂളിൽ ചേർക്കൂ. ശരിയമ്മേ. എനിക്കത് ഇഷ്ടമല്ല അമ്മമ്മ. ഞാൻ എന്റെ സ്കൂളിൽ തന്നെ പഠിച്ചാ പോരെ? നഴ്സറി തൊട്ടേ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോണ്ടിരിക്കുന്നത്. അനുവിന്റെ കീർത്തിയുടെ സ്കൂൾ വളരെ നല്ലതാ ഉണ്ണി. അങ്ങനെ ആണെങ്കിലും സാരമില്ല, എനിക്ക് ആ സ്കൂൾ വേണ്ട. ആ സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. നീ ഈ വീട്ടിൽ വന്നതുകൊണ്ടാ നിനക്ക് ആ ഭാഗ്യം കിട്ടുന്നത്. അല്ല അമ്മമ്മ, എനിക്ക് എന്റെ സ്കൂള് തന്നെ ഇഷ്ടം. ഞാൻ വേറെ സ്കൂളിൽ പോയി പഠിക്കില്ല. അങ്ങനെയൊന്നും പറയരുത് ഉണ്ണി. അമ്മമ്മ പറയുന്ന കേക്ക്. എന്റെ സ്കൂളും വളരെ നല്ല സ്കൂളാണല്ലോ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുവിനെയും കീർത്തിയും എന്റെ സ്കൂളിൽ കൊണ്ട് ചേർത്താ പോരെ? ആ ബാഡ് സ്കൂളിൽ ഞങ്ങൾ പഠിക്കില്ല. അതും നീ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ പഠിക്കേയില്ല. എന്റെ സ്കൂള് ബാഡ് സ്കൂളൊന്നും അല്ല, നല്ല സ്കൂള് തന്നെയാ. നിങ്ങളുടെ സ്കൂളാ ബാഡ് സ്കൂള്. ഉണ്ണി, പറഞ്ഞാലൊന്നും കേൾക്കില്ലേ നീ? വല്യച്ഛൻ വന്ന് നിന്റെ സ്കൂൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ച് ടി സി വാങ്ങും. അനുവും കീർത്തിയും പഠിക്കുന്ന സ്കൂളിൽ നിന്നെ ചേർക്കും. ഞാൻ വേറെ സ്കൂളിൽ പഠിക്കില്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ മാത്രമേ പഠിക്കൂ. മുതിർന്നവരെ അങ്ങനെ എതിർത്ത് പറയരുത് ഉണ്ണി. അത് തെറ്റാണ്. എന്റെ സ്കൂൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലച്ചാ, അതുകൊണ്ടല്ലേ. എനിക്കിഷ്ടമുള്ള ടീച്ചറും എനിക്കിഷ്ടമുള്ള ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവിടെ. അവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും പറയൂ? ഈ സ്കൂളിൽ നിനക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും ഉണ്ണി. എനിക്കതൊന്നും വേണ്ട. എനിക്ക് എന്റെ സ്കൂളും എന്റെ ഫ്രണ്ട്സും എന്റെ മിസ്സിനെ മാത്രം മതി. ആഹാ, ആ വസുവിനെ അപമാനപ്പെടുത്തണമെന്ന് ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഉടനെ തന്നെ അവസരം കിട്ടിയല്ലോ. ഇതൊന്നും മതി അവളുടെ വിശപ്പ് കെടുത്താൻ. ഒന്നും കഴിക്കാതെ തന്നെ എന്റെ വയറ് നിറഞ്ഞു. നിർബന്ധം പിടിക്കല്ലേ ഉണ്ണി. ഞാൻ പറയുന്ന കേക്ക്. വാ, നമുക്ക് സ്കൂളിൽ പോവാം. ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. ഉണ്ണി, നീ ഇതുവരെ സ്കൂളിൽ പോയില്ലേ? ഇല്ല അമ്മ, ഇനി തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അതെ അബി, ഉണ്ണി കാരണം അനുവും കീർത്തിയും കഷ്ടപ്പെടുക. അവർക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ സ്കൂളിൽ മാറുന്നത്? എന്റെ സ്കൂളിൽ ഞാൻ മറന്നു കളയണോ? അങ്ങനെയൊക്കെ ആരാ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞത്. കുട്ടികൾ 3 പേര് ഒരേ സ്കൂളിൽ പഠിച്ചാ ടൈം സേവ് ആകുമല്ലോ. കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഈസി ആയിരിക്കും. ശരിയാണമ്മേ. എന്താ ഇതിൽ കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ അമ്മമ്മയോട് അവരെ എന്റെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പറയൂ. അത് നല്ലൊരു സ്കൂള് തന്നെ ഉണ്ണി. നിനക്കും അവിടെ ഇഷ്ടപ്പെടും. നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാ ഉണ്ണിക്ക്. ഞാനും ഭാസ്കറും എത്ര തന്നെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക ഉണ്ണി. ഉണ്ണിയോട് ഞാൻ പറയാമേ. ആര് പറഞ്ഞാലും ഞാൻ കേക്കില്ല. എനിക്ക് എന്റെ സ്കൂളിൽ തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാൻ ഇതോടെ പഠിക്കാൻ പോവില്ല. ഇങ്ങനെ വാശി പിടിച്ചോ എങ്ങനെയാ ഉണ്ണി? നിനക്ക് നന്നായിട്ട് പഠിക്കണ്ടേ? നല്ലൊരു ജോലിയൊക്കെ വാങ്ങണ്ടേ? മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണ്ടേ? ആ ഫെസിലിറ്റീസ് എല്ലാം അനുവും കീർത്തി പഠിക്കുന്ന സ്കൂളിലുണ്ട്. ഉണ്ണിയോട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൺവിൻസ് ചെയ്തോളാമേ. എങ്ങനെയെങ്കിലും നീ തന്നെ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം അബി. വസുവിനോടും പറയേ. ഓരോ ചെറിയ കാര്യത്തിന് പോലും വാശി പിടിക്കുക. കുട്ടികൾ ഇങ്ങനെ വാശി കാണിക്കുന്നത് നല്ലതിനല്ല അബി. ശരി ഉണ്ണി, നിനക്ക് ആ സ്കൂള് വേണ്ട. നിന്റെ സ്കൂള് തന്നെ മതി. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അച്ഛനോട് പറഞ്ഞ് അമ്മമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാം. കേട്ടോ ഉണ്ണി? നീ ആഗ്രഹിച്ച പോലെ നിന്റെ സ്കൂളിൽ തന്നെ പോവാം. പോരെ? ശരി അമ്മ.
തുടങ്ങിന്നല്ലേ ഉള്ളൂ. തനിയേ ആവില്ല, നമ്മൾ പരിചയപ്പെടണം. ഐ മീൻ, താൻ എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാം. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ പരസ്പരം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിർവരമ്പുകൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാലോ അല്ലേ? കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി താൻ എടുത്തു എന്ന് വെച്ച് തന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഞാൻ കൈ കടത്തില്ല. ഇപ്പോ നല്ല ഒരിക്കലും. നിന്റെ ഇഷ്ടം എന്ത് തന്നെ ആയാലും അതിനെ ഞാൻ ബഹുമാനിക്കുക മാത്രമേ ചെയ്യുന്ന ഉറപ്പ് തരാം. തന്റെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ ഒരു തടസ്സവുമില്ല. താങ്ക്സ് ഏട്ടാ. ഇനി പറഞ്ഞോളൂ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. താനെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോട്ടെ. തന്റെ വീട്ടില് താൻ കൂടുതലും കുട്ടികളുമായിട്ടാണോ ഇടപഴകുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചേ? താൻ അറിയാതെ ഒരു ചൈൽഡിഷ് മെന്റാലിറ്റി തനിക്കുണ്ട്. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല, മുതിർന്ന ഒരു പെണ്ണാ. വിശ്വസിച്ചു. ശരി, പറയ്. വീണ്ടും പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കരുത് പ്ലീസ്. പുറമേ പരുക്കനാണെങ്കിലും നല്ല തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ. താൻ മനസ്സിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. പറഞ്ഞാലേ കേൾക്കൂ. ഇദ്ദേഹത്തിന് മനസ്സിലും കണ്ണുണ്ടോ? ഇല്ല, ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ എന്റെ കണ്ണിരിക്കുന്നത്. ഇതെന്താ? ഞാൻ മനസ്സിൽ വിചാരിച്ചതല്ല ഇദ്ദേഹം പറയുന്നേ. എന്താന്ന് വെച്ചാ വേഗം പറയ്. അത് തന്നെയാ ഉണ്ണിയുടെ കാര്യം. അവനെ അനുവും കീർത്തിയും പഠിക്കുന്ന സ്കൂളിലേക്ക് മാറ്റുന്ന കാര്യം പറയുന്ന കേട്ടു. 3 പേരും ഒരേ സ്കൂളിലായിരുന്ന അവരെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കില്ലേ? ടൈമും വേസ്റ്റ് ആവത്തില്ല. അതൊക്കെ ശരിയാ. പരിചയമുള്ള സ്കൂള്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇതൊക്കെ വിട്ടിട്ട് അവൻ പുതിയ സ്കൂളിൽ ചേരാന്നൊക്കെ പറയുമ്പോ അവനത് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഉണ്ണി അവൻ എന്നോട് പറഞ്ഞു. അതാ ഞാൻ ഏട്ടനോട് ചോദിച്ചേ. ഞാൻ നിർബന്ധിക്കുന്നതല്ല. ഉണ്ണിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഏത് സ്കൂളായിരുന്നാലും എന്താ, കുറച്ചു നാള് പോകുമ്പോ അവിടെയും പരിചയമായിക്കോളും. അതിനെക്കുറിച്ച് ആലോചിച്ച് ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഏട്ടൻ എന്ത് വിചാരിച്ചാലും ശരി, ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. താൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കില്ല? അത് ഏട്ടൻ കുറച്ചില് സംസാരിക്കുന്ന വെച്ചിട്ടാ. എന്ന് വെച്ച് എല്ലാം ഇയാൾ തന്നെ സംസാരിച്ചു തീർക്കോ? അതല്ല, ഉണ്ണി പറയുന്നത് ശരി തന്നെ. ഇത്രയും നാൾ പഠിച്ച സ്കൂൾ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അവരെയൊക്കെ വിട്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാ. ഉണ്ണിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ അമ്മയോടിത് അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു പറയൂ. ഞാൻ തന്നെയാണ് തീരുമാനിച്ചെന്ന് പറഞ്ഞോളാം.